ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗ്രാൻഡ് മാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു റബ്ബർ വീഡിയോ ആണ് ചെയ്യണേ. ഞങ്ങൾ ടാപ്പിങ്ങൊക്കെ ഇപ്പം നിർത്തിയേക്കാണ്. ഷീറ്റിൻ്റെ എണ്ണം വളരെ കുറഞ്ഞു, 5-6 എത്തിയായിരുന്നു. ആ ഒരു സമയത്ത് ടാപ്പിങ് നിർത്താൻ എന്നുള്ള തീരുമാനമായി. അതുമാത്രമല്ല, ഇപ്പം എൻ്റെ കൈക്ക് ചെറിയൊരു സർജറി വേണ്ടി വന്നു. വലത് കൈക്കാണ് വേണ്ടി വന്നത്. അത് കൈയിന് ചെറിയൊരു വേദന വന്നിട്ട് അപ്പോൾ ഒരു ചെറിയൊരു സർജറി വേണ്ടി വന്നു. അത് കാരണം കൊണ്ട് അപ്പോൾ വലത് കൈ കൊണ്ടാണല്ലോ നമ്മളെല്ലാ പണികളൊക്കെ ചെയ്യണത്. അപ്പോൾ പിന്നെ പറ്റില്ലല്ലോ. അത് കാരണം കൊണ്ട് ടാപ്പിങ് ഞങ്ങൾ നിർത്തി. അപ്പം നമ്മളുടെ റബ്ബർ വീഡിയോയിലൊക്കെ ഒരുപാട് കമൻറ്റുകളൊക്കെ വന്നിട്ടുണ്ട്. റബ്ബർ വീഡിയോ ഇനി ചെയ്യണില്ലേ എന്നൊക്കെ ചോദിച്ച് കമൻറ്റ് ഇട്ടിട്ടുണ്ട്. വേനൽക്കാലത്ത് ഒട്ടുപാലെടുക്കുന്ന ഒരു വീഡിയോ ചെയ്യാമോ എന്നൊരാൾ ചോദിച്ചിട്ട് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചിരട്ടപ്പാൽ വലിക്കുന്ന ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് ചിരട്ടയിലധികം പാലൊന്നും ഇല്ല. അതിപ്പോൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ചിരട്ടയുടെ ഒരു 3/4 ഭാഗത്തോളം ചിരട്ടപ്പാലുണ്ടെങ്കിലാണ് അങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ പറ്റുള്ളൂ. 2 ദിവസത്തെ ടാപ്പിങ് കഴിഞ്ഞിട്ട് ആ പാൽ എടുക്കാതിരുന്ന് കഴിഞ്ഞാൽ ചിരട്ടയിൽ നല്ലോണം ഒട്ടുപാലുണ്ടാവും. അങ്ങനെ വന്നു കഴിയുമ്പോൾ ഒരു വീഡിയോ ഒക്കെ എടുത്ത് കാണിച്ചു തരാം എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ കയ്യിന് വേദന കൂടിക്കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ ടാപ്പിങ് നിർത്തുകയാണ് ചെയ്തത്. അപ്പോൾ കൈയുടെ പ്രശ്നം ഇതൊന്നും ശരിയാവാതെ ഇനി മറ്റു വീഡിയോകളാണെങ്കിലും ഒന്നും ചെയ്യാനും പറ്റില്ലല്ലോ. അതുകൊണ്ട് ഇപ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാകുമ്പോൾ വലിയ കുഴപ്പമില്ല. അതുകൊണ്ടാണ് ചെറിയൊരു വേദന, ഈ റിസ്റ്റിൻ്റെ ഭാഗത്ത് ചെറിയൊരു വേദന വന്നിട്ട് OPയിലൊക്കെ ചെയ്യണ ഒരു സർജറിയാണ്. ഓർത്തോനെ കണ്ട് അങ്ങനെ ചെയ്തിട്ട് ഇപ്പോൾ 3-4 ദിവസമേ ആയിട്ടുള്ളൂ. ആ സർജറിയുടെ വേദന ചെറുതായിട്ടുണ്ടെന്നുള്ളൂ. അല്ലാതെ വേറെ പ്രശ്നം ഒന്നും ഇപ്പോൾ തോന്നണില്ല. പിന്നെ കൈക്ക് റെസ്റ്റാണല്ലോ, 2-3 ആഴ്ചയോളം റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. മെയ് മാസത്തിലൊക്കെയാണ് ടാപ്പിങ് ഇനിയും ആരംഭിക്കാൻ ഞങ്ങൾ വിചാരിച്ചിട്ടുള്ളൂ. അപ്പോഴത്തേക്ക് റെയിൻ ഗാർഡ് ഒക്കെ ഇപ്പം നിലവിലുള്ളതൊക്കെ കുറേയൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് വേറെ ഇടണം. ടാപ്പിങ് ഒക്കെ മുകളിലേക്ക് കയറ്റേണ്ടതായിട്ട് വരും ഇനിയിപ്പോൾ തെളിച്ചു വന്നു കഴിയുമ്പോൾ. അപ്പോൾ അത് അങ്ങനെയൊക്കെ ആലോചിച്ച് ആ ഒരു സമയത്ത് ചെയ്യാം എന്നാണ് വിചാരിക്കുന്നത്. അപ്പം ഞങ്ങൾക്ക് ചിരട്ടകളിൽ ഒട്ടുപാലില്ലാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ ഒരു 5-6 ടാപ്പിങ് കഴിയുമ്പോൾ തന്നെ ഞങ്ങൾ ഒട്ടുപാൽ വലിച്ചെടുക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ചിരട്ട നിറയണ വരെ നമ്മൾ നോക്കിയിരുന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ചിരട്ടയിൽ പിന്നെ പാൽ വീഴാനുള്ള സ്ഥലം കുറവായിരിക്കും. അത് ഒട്ടുപാലെടുക്കാതെ അങ്ങനെ കൂടി കിടന്നിട്ടുണ്ടെങ്കിൽ ടാപ്പിങ്ങിൽ ചെയ്യുമ്പോൾ പാല് വീഴാനുള്ള ഇടം കുറഞ്ഞല്ലേ വരുള്ളൂ. അപ്പോൾ അത് ഒരു കാരണം. പിന്നെ അത് മാത്രമല്ല, ഒട്ടുപാല് കൂടി കിടന്നിട്ടുണ്ടെങ്കിൽ എടുക്കാൻ വലിയ പാടാണ്. അത് ഞങ്ങൾക്ക് മനസ്സിലായ അന്ന് തുടങ്ങി ഞങ്ങൾ ഒരു 5-6 ടാപ്പിങ് കഴിയുമ്പോൾ തന്നെ കുറച്ചുള്ളെങ്കിൽ അത് അങ്ങ് വലിച്ചെടുത്തേക്കും. അങ്ങനെയാണ് പതിവ്. ഇപ്പം ഒരു ചിരട്ട ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഈ മരത്തിൻ്റെ ചിരട്ടയിൽ ഇപ്പോൾ ഞങ്ങൾ എടുക്കാതിരുന്നത് കൊണ്ടാണ് കേട്ടോ അത് ഇത്രയും ഒട്ടുപാലുണ്ട്. വളരെ കുറച്ചുള്ളൂ, നീ കണ്ടില്ലേ. അപ്പോൾ ഈ മരത്തിനൊക്കെ പാല് കുറഞ്ഞേക്കാണ്. വളരെ നല്ലോണം പാല് കിട്ടിക്കൊണ്ടിരുന്നവരാണ് കേട്ടോ. ഈ ചിരട്ടയിലൊക്കെ നിറച്ച് പാലുണ്ടായിരുന്നതാണ്. ഇപ്പം വേനലൊക്കെ ആയി ഇല കൊഴിഞ്ഞ് വന്ന് ഇലയൊക്കെ മൂത്ത് തുടങ്ങിയിട്ടുണ്ട്. എന്നാലും പാലൊന്നും ആ ഒരു സമയത്ത് പാല് കുറവായിരിക്കുമല്ലോ. അപ്പോൾ അത്രയൊക്കെ പാലുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു, അപ്പോൾ കുറച്ച് ചിരട്ടകൾ ഒരു വശത്തുള്ള ചിരട്ടകളൊക്കെ മാറ്റി ഒന്ന് ഇട്ടിട്ട് കുറേ ദിവസത്തെ ടാപ്പിങ്ങിൽ കിട്ടുന്ന പാല് അതിൽ തന്നെ കിടക്കട്ടെ. എന്നിട്ട് ഈ ഇദ്ദേഹം ചോദിച്ച ആ വീഡിയോയ്ക്ക് ഒരു റിപ്ലൈ എന്ന രീതിയിൽ ചെയ്യാം എന്നൊക്കെ വിചാരിച്ചുകൊണ്ടാണ് ഇരുന്നത്. അപ്പോൾ അത് ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ ചെയ്യാം. ഇനി പെട്ടെന്നൊന്നും എനിക്ക് കൈകൊണ്ട് ഇങ്ങനെ ഒന്നും വലിച്ചെടുക്കാനൊന്നും പറ്റില്ല, ബുദ്ധിമുട്ടാണ്. എന്നാലും പറ്റുമെങ്കിൽ ഞാൻ ചെയ്തേക്കാം എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ കേട്ടോ. നമ്മൾ മുൻപൊരു വീഡിയോ അതുപോലത്തെ ചെയ്തിട്ടുണ്ട്. അത് കാരണം കൊണ്ട് പിന്നെ ആ വീഡിയോയിൽ ചെയ്യുന്ന അതേ രീതി തന്നെയാണ് ഇപ്പോഴും എനിക്ക് ചെയ്യേണ്ടതായിട്ടുള്ളൂ. അത് കാരണം കൊണ്ട് നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ട് അതുപോലെ തന്നെ അതിൽ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ വേനൽക്കാലത്ത് എങ്ങനെയാണോ ഒട്ടുപാലെടുക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രീതി തന്നെയാണ് ഇപ്പോഴും ചെയ്യാനുള്ളൂ. അല്ലാതെ അതിന് വേറെ ഒരു മാർഗ്ഗങ്ങളൊന്നുമില്ല. ആ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ആ രീതിയിൽ തന്നെ ചെയ്യുക, അത് മാത്രമേ നിവൃത്തിയുള്ളൂ.
പിന്നെ പറയാനുള്ളത് പട്ടമരയിപ്പ് വന്നിട്ടുള്ള ഞങ്ങളുടെ കുറച്ച് മരങ്ങൾ കാണിച്ചു തരാമെന്ന്. ഞങ്ങളുടെ ഈ പറമ്പിൽ 230 തൈകളാണ് വച്ചിട്ടുള്ളത്. ഇപ്പം 200 മരങ്ങൾ പോലും ടാപ്പിങ്ങിന് എടുക്കുന്നില്ല കേട്ടോ. അതിൽ വളരെ കുറച്ച് മരങ്ങൾ, വണ്ണമില്ലാതെ കുറച്ച് മരങ്ങൾ അവിടെ ഇവിടേക്കായിട്ട് നിൽക്കുന്നുണ്ട്. ആ മരങ്ങൾ മാത്രം ടാപ്പിങ് ഇല്ല. അതൊരു ഏകദേശം 10-12 മരങ്ങൾ ഉണ്ടാവും. ചീക്ക് പൊട്ട് പിങ്ക് രോഗം വന്നിട്ടേ തല വശം ഒടിഞ്ഞു പോയ കുറച്ച് മരങ്ങളുണ്ട്. അത്തരം മരങ്ങൾ ഒരു 10-12 കാണും. അതൊഴികെ ബാക്കിയുള്ള മരങ്ങളൊക്കെ ടാപ്പിങ്ങിനൊക്കെ എടുത്തത് ഉണ്ടായിരുന്നു. അതിൽ കുറേ മരങ്ങൾ കാറ്റത്ത് ഒടിഞ്ഞും മറിഞ്ഞും ഒക്കെ ആയിട്ട് പോയിട്ടുണ്ട്. ചീക്ക് പൊട്ട് വന്നിട്ട് ഒടിഞ്ഞു പോയേക്കണത് 2 മരങ്ങൾ മാത്രമേ ചീക്ക് പൊട്ട് വന്നിട്ട് ഒടിഞ്ഞു പോയിട്ടുള്ളൂ. ബാക്കി എല്ലാ മരങ്ങളും തന്നെ ഞങ്ങളുടെ പറമ്പിലുണ്ട്. പക്ഷേ അതിൽ ഒരുപാട് മരങ്ങൾ ഇപ്പം ടാപ്പിങ്ങിനൊന്നും എടുക്കാൻ പറ്റില്ല. പാലില്ലാത്ത കാരണം കൊണ്ട് ഒരു 40 മരത്തിൻ്റെ അടുത്ത് ടാപ്പിങ്ങിനൊന്നും എടുക്കണില്ല. 160 മരങ്ങൾക്കാണ് ഞങ്ങൾ ഷെയ്ഡ് ഇട്ട് റെയിൻ ഗാർഡൊക്കെ വർക്ക് ചെയ്തിട്ടുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം റെയിൻ ഗാർഡ് വർക്ക് ചെയ്തേക്കണത് 160. ഈ പട്ടമരവിപ്പ് എന്ന് പറയുന്ന ആ ഒരു രോഗം വന്ന് പെട്ട് കഴിഞ്ഞാൽ പിന്നെ ആ മരത്തിന് എന്ത് ചെയ്താലും പാല് കിട്ടില്ല എന്നുള്ളത് ഉറപ്പാണ്. പിന്നെ മരം അങ്ങനെ നിന്നോളും. അവസാനം തടിയൊക്കെ കൊടുക്കുന്ന സമയത്ത് നമുക്ക് തടിയായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പൈസ കിട്ടുന്നു മാത്രം. അല്ലാതെ പിന്നെ അതിൽ നിന്ന് പട്ടമരവിപ്പ് രോഗം പൂർണ്ണമായിട്ട് ആ മരത്തിനെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും പിന്നെ വെട്ടിക്കഴിഞ്ഞാൽ ആ മരത്തിൽ നിന്ന് ഒരു തുള്ളി പാല് പോലും കിട്ടില്ല. പിന്നെ ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്തെങ്കിലുമൊക്കെ ലക്ഷണങ്ങൾ വന്നു തുടങ്ങുമല്ലോ. ഒരു രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ ആദ്യം മരം കാണിക്കും. നല്ലോണം പാല് കിട്ടിക്കൊണ്ടിരുന്ന ഒരു മരമാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പാല് കുറയുകയും ചെയ്യും. വെട്ടുപട്ട ഉണങ്ങി വരണ്ട് പൊട്ടൽ വീഴും, വിള്ളലൊക്കെ പട്ടയിൽ വീഴും. അങ്ങനെ വരുന്ന മരങ്ങളൊക്കെ ടാപ്പിങ്ങിൽ നിന്ന് ഒഴിവാക്കി മാറ്റി നിർത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ 2-3 വർഷം മുന്നേ മാറ്റി നിർത്തിയിട്ടുള്ള കുറച്ച് മരങ്ങൾ ഈ സീസണിൽ ടാപ്പിംഗ് ചെയ്തു. അങ്ങനെയുള്ള 1-2 മരങ്ങൾ ഈ ഭാഗത്ത് തന്നെ ഉണ്ട്. ഈ മരമൊക്കെ കണ്ടോ? ഇതിനൊക്കെ നല്ലോണം പാല് കിട്ടിക്കൊണ്ടിരുന്നതാണ്. ഇതിൻ്റെയൊക്കെ പട്ടമരവിപ്പിൻ്റെ ലക്ഷണങ്ങളൊക്കെ കണ്ടു തുടങ്ങിയപ്പോൾ വെട്ടി നിർത്തി ഇട്ടേക്കണതാണ്. ഈ ഒരു ഭാഗം ഇതൊന്ന് നന്നായിട്ട് പാല് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു വശം ടാപ്പ് ചെയ്തപ്പോൾ നല്ലോണം പാല് കിട്ടിക്കൊണ്ടിരുന്ന മരമാണ്. ഇതേ കണ്ടില്ലേ, പട്ടയുടെയൊക്കെ അവസ്ഥ ഇങ്ങനെയൊക്കെയാണ്. ഈ മരം എന്ന് പറഞ്ഞാൽ അതുപോലുള്ളൊരു മരമാണ് കേട്ടോ. പട്ടമരവിപ്പ് വന്നത് ഈ ഒരു ഭാഗം വെട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ടാപ്പിംഗ് നിർത്തിയതാണ്. പട്ടമരവിപ്പിൻ്റെ ലക്ഷണങ്ങൾ കണ്ടത് ഇവിടെ കണ്ടോ? പട്ടയൊക്കെ എന്ന് പറഞ്ഞാൽ വിട്ട് ഇങ്ങനെ വിണ്ടിരിക്കും പോലെയാണ് ഇരിക്കുന്നത്. അങ്ങനെ വന്ന ഒരു സമയത്താണ് ഈ മരത്തിൻ്റെ ടാപ്പിംഗ് നിർത്തിയിട്ടുള്ളത്. അതിന് ശേഷം ഇപ്പോൾ 2-3 വർഷത്തോളം 3 സീസണിൽ ടാപ്പിംഗ് ഒന്നും ചെയ്തിട്ടില്ല. അതിന് ശേഷമാണ് ഈ പ്രാവശ്യം മഴക്കാലമൊക്കെ മാറി 2024 ഒക്ടോബർ മാസത്തിൽ, സെപ്റ്റംബർ ഒക്ടോബർ മാസം തുടങ്ങി ഇതിൽ ടാപ്പിങ്ങൊക്കെ ചെയ്യണ്ടായിരുന്നു. അപ്പോൾ അതേ കണ്ടോ, ഇപ്പോൾ ഇത്രയും പാലിതിൽ ഉണ്ട്. ഇതിപ്പോൾ ഇതിൽ കിട്ടിയിട്ട് കട്ടയായിട്ട് ഇരിക്കുന്നുണ്ട്. ഇത്രയും നല്ല മഞ്ഞൊക്കെ ഉള്ള സമയത്ത് ഇത്രയും നല്ല ചറ്റകൾ 3/4 ഭാഗത്തോളം പാല് ഇതിൽ കിട്ടിക്കൊണ്ടിരുന്നു. ഇതിന് നല്ലോണം പാല് കിട്ടിക്കൊണ്ടിരുന്നു. ഇതുപോലുള്ള വേറെ 2-3 മരങ്ങൾ ഈ ഒരു ഭാഗത്ത് തന്നെ ഉണ്ട്. അപ്പോൾ പട്ടമരവിപ്പ് വന്നിട്ട് പൂർണ്ണമായിട്ടും ആ മരത്തിനെ ബാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്ന് റെസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ മരം കുറച്ച് നാൾ കഴിയുമ്പോൾ വീണ്ടും അതിന് പാല് കിട്ടിക്കൊണ്ടിരുന്നുള്ളൂ. ഇനി പട്ടമരവിപ്പ് വന്ന് ഇനി ഒരിക്കലും ഞങ്ങളുടെ മേത്ത് കത്തി വെക്കണ്ട എന്ന് പറഞ്ഞിട്ടുള്ള മരത്തിൽ ഒരു മരമാണ് ഈ നിൽക്കുന്നത്. അത് എന്നു പറഞ്ഞാൽ ഒരു സ്ഥലത്ത് പോലും നോക്കിക്കഴിഞ്ഞാൽ ഒരു തുള്ളി പാല് പോലും കിട്ടാനില്ല. ഞങ്ങളുടെ ടാപ്പർ ഇൻഡുമാർക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. ഈ മരത്തിനെ ഒന്ന് കുത്തി നോക്കണ്ട എന്നുള്ള രീതിയിൽ ഇത് ഇവിടെ ഇൻഡുമാർക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ കാരണങ്ങൾ എന്താണെന്നുള്ളത് അങ്ങനെ കൃത്യമായിട്ടൊന്നും അറിയാൻ പാടില്ല കേട്ടോ. എന്തുകൊണ്ടാണ് ഇത്രയും രൂക്ഷമായ രീതിയിലുള്ള പട്ടമരവിപ്പൊക്കെ മരങ്ങളിൽ വരുന്നതെന്നുള്ളത് അറിയില്ല. പലയിടത്തും ഇതും പട്ടമരവിപ്പ് വന്നു കഴിഞ്ഞാൽ മരം ഇങ്ങനെ നിന്നോളും. മരത്തിന് കേടൊന്നുമില്ല, നിറയെ ഇലയൊക്കെ ആയിട്ട്
നിൽക്കണൊക്കെ ഉണ്ട്. വേറെ കേടൊന്നുമില്ല, പാല് തരില്ല എന്ന് മാത്രമേ ഉള്ളൂ. എന്തേ കണ്ടില്ല, എന്ത് മാർക്കൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് ഒരു പ്രാവശ്യം മാത്രമാണ് ഒന്ന് വെട്ടിയിട്ടുള്ളൂ. ആദ്യത്തെ തെളിച്ച് ആദ്യം ഒരു പ്രാവശ്യം മാത്രമാണ് ഇതിന് ടാപ്പിങ് ചെയ്തിട്ടുള്ളൂ. ആ ഒരു സമയത്ത് ഇത്രയും പട്ട വെട്ടിയിട്ടുണ്ട്. ഇവിടെയൊക്കെ ഒന്ന് വെട്ടി നോക്കിയിട്ടുണ്ട്, ഒരു കുറേശ്ശെ പാല് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. പിന്നെ മഴക്കാലത്ത് പ്ലാസ്റ്റിക് റെയിൻ ഗാർഡൊക്കെ ഇടുന്നവരാണെങ്കിൽ ഈ പട്ട എപ്പോഴെങ്കിലും പ്ലാസ്റ്റിക് ഒന്ന് പൊക്കി വെച്ചിട്ട് ആ പട്ടേനെ വെയിൽ കൊള്ളിക്കാൻ, കാറ്റൊക്കെ കൊള്ളാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കണം. ഏകദേശം 30ഓളം മരങ്ങൾ ഞങ്ങളുടെ പറമ്പിൽ ഇങ്ങനത്തെ അവസ്ഥയിലുണ്ട്. പ്രത്യേകിച്ച് മരുന്നൊന്നും ചെയ്യാനില്ലാത്തത് കൊണ്ട് മരമായിട്ട് തന്നെ നിൽക്കട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ നിൽക്കണോ. എപ്പോഴെങ്കിലും ടാപ്പിംഗ് ചെയ്ത് നോക്കാം, പാല് കിട്ടിയാൽ അത്രയായി. ഹൈബ്രിഡുകളുടെ ഒരു പ്രശ്നമാണോ എന്നും സംശയിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.